നമ്മളെ നാടൻ കോഴികൾ ഇടുന്ന വലിയ ഷെഡിന്റെ ഉള്ളിലായിട്ടുള്ളത്. കുറച്ച് ബ്രൊക്കോളിന്റെ ഇല കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് കോഴികളെ ഭയങ്കര പേടിയാ. അപ്പൊ ഇതിലുള്ള പൂവന്മാരെ മുഴുവൻ നമ്മൾ മാറ്റിയിട്ടുണ്ട്. 10ഓളം പൂവന്മാരെ നമ്മൾ മാറ്റിയിരുന്നു. ബാക്കി പെടകൾക്ക് നമുക്ക് ഈ ബ്രൊക്കോളിയുടെ ഇല ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അത് കഴിച്ചോളും. കുഞ്ഞുങ്ങൾക്ക് കോഴികൾ കൊത്തുന്നോണ്ടൊന്നല്ല, കോഴികളെ അനങ്ങി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പേടിയാണ്. അപ്പൊ നമ്മള് ഈ ഷെഡ് 2 കള്ളികളാട്ടെ ഈ ഷെഡിനുള്ളത്. ഇത് വലിയ ഭാഗം ഷെഡിന്റെ ഇപ്പുറത്ത് ചെറിയ കള്ളിയുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ ഈ കള്ളി നമ്മൾ എന്ത് ചെയ്തു, ഒന്നുകൂടെ പാർട്ടീഷൻ ചെയ്തിട്ടതാ. രണ്ടാമത്തെ കള്ളി 2 ദിവസം മുന്നേ നമ്മൾ ആടിന്റെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഇതിന് ഇതാണ് പണിന്ന്. ഇതാ ആ കള്ളീനെ നമ്മളൊന്നുകൂടെ പാർട്ടീഷൻ ചെയ്ത് ചെറിയൊരു ഭാഗം ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ മാറ്റിയിടാനായിട്ടുണ്ട്. അപ്പൊ അവരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാ ഇങ്ങനെ കള്ളി സെറ്റ് ചെയ്ത് ഇതിന്റെ ഉള്ളിൽ നമുക്ക് അട വെച്ചിട്ടുണ്ട്. അട വെക്കാനുള്ള കോഴികളാക്കുന്ന ഒരു ഭാഗമാക്കി. ശരിക്കും നമ്മൾ 1.5 മാസമൊക്കെ കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളെ വലിയ കോഴികളെ കൂടെ വിടലായിരുന്നു. പക്ഷെ ഇപ്പൊ പൂവന്മാർ കൂടിയതുകൊണ്ട് കൊത്തുന്നുണ്ട്. അപ്പം മുന്നേ ഒറ്റൊരു കുട്ടി ഉണ്ടായിട്ട് അതിനെ വിട്ടിട്ട് തന്നെ കൊത്തി മുറിയാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൊത്തിക്കൊണ്ടേ നിൽക്കും. അതുകൊണ്ടൊന്ന് സെറ്റ് ആവുന്ന വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്ത് ഇടാം. പിന്നെ അതിന്റെ മുകളിലൂടെ ഒക്കെ നാടൻ കോഴികളായതുകൊണ്ട് ഇതിലൊക്കെ അവർ പാറി വരും കേട്ടോ. ഇവിടെ അട വെക്കുന്ന സമയത്ത് ഈ അട വെച്ചതിന്റെ കൂട്ടത്തിൽ വന്നിട്ട് മുട്ടയിടും ഇതിലൂടെ പാറിയിട്ട്. അപ്പൊ ഇവിടെ നമ്മള് പഴയ നെറ്റിന്റെ കഷ്ണമൊക്കെ വെച്ചിട്ട് അവിടെയും നമ്മൾ അടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലൊന്നും ഇങ്ങോട്ട് കടക്കൂല. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് പ്ലെയിനറിന്റെ പൊടി ഇതിനുള്ളിൽ ഇടാം. കണ്ടില്ല ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നത്. കോഴികൾ തമ്മിൽ കൊത്തുകൂടും. അപ്പൊ കുഞ്ഞോളെ നേർക്ക് വരുമ്പോ കുഞ്ഞോൾക്ക് അതാ പേടി. എത്ര റിസ്ക് എടുത്തതാണ് പൂവന്മാരെ ഇതിന് പിടിക്കാനായിട്ട്. ഞങ്ങൾ ആദ്യം ഒന്ന് വീഡിയോ എടുക്കാൻ വന്നിട്ട് ഞങ്ങൾ അടികൂടി പോയതാണ്. പക്ഷെ പൂവന്മാരെ മാറ്റാതെ കുഞ്ഞോൾ ഇതിലോട്ട് കയറില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ അവിടെ. എന്നിട്ട് ഞാൻ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്താക്കി, ഫസ്റ്റ് തന്നെ പൂവന്മാരൊക്കെ മാറ്റി. അങ്ങനെ മാറ്റിയപ്പോഴാണ് എങ്ങനെയും കയറി നോക്കാന്ന് പറഞ്ഞത്. ഇതിന് മുന്നേ നമ്മൾ കോഴീന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അനിയൻ ലീവിന് വന്നുകൊണ്ട് ഓൻ എടുത്തു തന്നിരുന്നു വീഡിയോ ഒക്കെ. പിന്നെ ബിയമോളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അവരൊക്കെ ആട്ടി കൊടുക്കും. ഇന്നിപ്പോലെ ആരും ഇല്ല. നാളെ കെങ്ങിയും ബിയമോളൊക്കെ ആട്ടി കൊടുത്തോണ്ട് കുഞ്ഞോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. പ്ലെയിനറിന്റെ പൊടി നമുക്ക് കുറച്ചങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ല പൊടി ഉണ്ട്, അങ്ങോട്ട് മാറിയിരുന്നു കേട്ടോ കാറ്റ്. അല്ല പൂവനെ ഒന്നിനെ പിടിക്കുമ്പോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൂവൻ പോകുന്നുണ്ടല്ലോ. ഞാൻ പിടിച്ച സമയത്തേ ഇതിൽ അട വെച്ചതാണ്. അതിൻ്റെ ഉള്ളിൽ സംഭവം അടക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ ഒരു പൂവനുണ്ട് കേട്ടോ. ഇനി അവിടെ നിൽക്കട്ടെ. എന്തായാലും ഒറ്റൊന്നായതുകൊണ്ട് കൊത്തൊന്നും കൂടൂല. നമുക്ക് ഇതൊന്ന് ഇട്ട് കഴിഞ്ഞിട്ട് ഓനെ പുറത്താക്കണം. മൊത്തത്തിൽ പാറിയിട്ട് ഈ ഷെഡും തുറന്നു കിടക്കുമായിരുന്നു. അപ്പൊ ഇതിനുള്ളിൽ കയറിയതാണ്. എന്നാണെങ്കിൽ നല്ല വെയിലുണ്ട് കേട്ടോ പുറത്ത്. നമുക്ക് ഷെഡിനുള്ളിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പുറത്തൊക്കെ നല്ല വെയിലാണ്. എന്തായാലും ഒരു മഴ പെട്ടെന്ന് പെയ്യണം. ചൂടൊക്കെ കൂടിക്കഴിഞ്ഞാലും കോഴികൾക്കൊക്കെ നല്ല വെള്ളം കൊടുക്കണ്ട. ഈ സമയത്ത് കോഴി വളർത്തുന്നവരൊക്കെ രോഗങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്. നല്ല വെള്ളം കാര്യങ്ങളൊക്കെ കുടിക്കാൻ കൊടുക്കും. ഇതിൽ നമുക്ക് മരത്തിന്റെ കഷ്ണമൊക്കെ വരുന്നു. പ്ലെയിനറിന്റെ പൊടി കിട്ടുമ്പോൾ അതിലൊക്കെ അതൊക്കെ ഉണ്ടാവും. ഇതുവരെ നമ്മൾ ആവശ്യത്തിനിട്ടുണ്ട്. ഇനി നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. എന്നാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു പൂവനുണ്ട്, അതിനൊന്നും മാറ്റട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഈ അട വെച്ചതിലൊക്കെ കയറിയിട്ട് ഒക്കെ കുളമാക്കും. ഇത് അടയ്ക്കുന്നുണ്ട്, പിടിക്കാം. സംഭവം ഇത് ഓടി ഇതിൻ്റെ ഉള്ളിൽ കയറിയതാണ്. പേടിക്കണ്ട. മറ്റോരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് വല്ല ഒളിച്ചിരിക്കാന്ന് വിചാരിച്ച. ഇവിടെ വിട്ടാ പിന്നെ നീ കുഞ്ഞോൾ ഇങ്ങോട്ട് വരില്ല. നമുക്ക് ഈ കൂട്ടിലിപ്പം ഇതിൽ നിൽക്കട്ടെ. ഇവിടെ നിൽക്കട്ടോ. ഞങ്ങള് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പുറത്ത് വിടാം. കുഞ്ഞോൾക്ക് പേടിച്ചിട്ട് ഇനി വീഡിയോ എടുക്കാതെ ഓടണ്ട. പോര്
കണ്ടില്ലേ നാടൻ കോഴികൾ മുട്ടയിട്ട് വെച്ചത്. ഇങ്ങനെ ചെറിയ നമ്മുടെ നിലത്തൊക്കെ ഇതുപോലെ കുഴികളാക്കിയിട്ടൊക്കെ മുട്ടയിടും. ഇവര് പിന്നെ അങ്ങനെ കൊത്തി കുടിക്കൂല കേട്ടോ. നമ്മൾ അപ്പുറം ഷെഡിലുള്ള മറ്റേ ഗിരിരാജ ഗ്രാമശ്രീന്റെ ഒക്കെ കോഴികളുണ്ട്. ഇവരെന്തായാലും മുട്ട കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കൊത്തി വെക്കും. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ വന്നിട്ട് മൊത്തം കൊത്തി കുടിക്കും. അവിടെ മുട്ട ഇടുന്ന സമയത്ത് വേഗം എടുക്കണം. ഇതിന് ഇവരിങ്ങനെ കാവലുണ്ടാവും. മുട്ട കൊടുക്കാണ്ടല്ലോ ഇഞ്ഞോളെ. അത്യാവശ്യത്തിന് മുട്ടായിട്ടുണ്ട്. നാടൻ മുട്ട പിന്നെ ഇവിടെ വന്ന് വാങ്ങിച്ച ആളുകൾ അങ്ങനെ ഇവിടെ വന്ന് വാങ്ങിക്കും. ടീച്ചർമാർക്കൊക്കെ മുട്ട വേണമെന്ന് പറയുന്നുണ്ട്. പറയാനുണ്ട് എന്നറിയാം. അപ്പൊ ഇതാണ് നമുക്ക് മാറ്റിയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങള്. ഇവരൊക്കെ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചാണ്. ശരിക്കും 1.5 മാസം ആവണ്ട്, ഇപ്പൊ 2 മാസത്തിന് അടുത്തായിട്ടോ. ഇത് നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ അന്ന് വീഡിയോ ചെയ്ത സമയത്ത് വന്നിട്ട് കൊടുത്തിരുന്നു. ബാക്കിയുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഷെഡിലേക്ക് നേരെ മാറ്റുക. ഇത് ഈ ഒരു കുഞ്ഞുണ്ടല്ലോ, അന്നത്തെ ഒറ്റ കുഞ്ഞ് ബിഹമോൾക്ക് ഇഷ്ടമുള്ള. ഇതിനെ താഴെ വിട്ടിട്ട് കോഴി പിന്നെ പൂവന്മാരും കൊണ്ട് കൊത്തിയിട്ട് ഒരു പൂവൻ കുഞ്ഞാണ്. കൊത്തിയിട്ട് നല്ല മുറിയാക്കി നമ്മൾ തിരിച്ചിങ്ങോട്ടേ ഇട്ടതാണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കൂട്ടിലിട്ട് കൊടുക്കാം. നമുക്ക് കൊത്തുന്ന ഭയങ്കര കൊത്തല, നല്ല തീറ്റ വേണം. ഇപ്പൊ കുറച്ച് ഗോതമ്പ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഗ്രോവർ കൊടുത്ത് അതിന്റെ കൂടെ കുറച്ച് ഗോതമ്പ് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഗോതമ്പ് കറക്റ്റ് ഇങ്ങനെ തിന്നു വരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പേടിയാതണ്ടേ രണ്ടരത്തിനെ പിടിച്ച് അങ്ങനെ പോവാം. പേടിക്കണം, ഞാൻ വരില്ല. ഏതാ നല്ല ചെറിയ കൂട്ടുന്നേ, നല്ല സ്പേസ് ഉള്ള സ്ഥലത്ത് എത്തിയപ്പോ നല്ല ഇത് പിടിക്കും. ഞാൻ എടുത്തിട്ടെ. നമ്മൾ വിരിയിക്കുമ്പോഴേ അധികം പൂവന്മാരാട്ടോ. പെട കുറവാണ്. പെട ഇപ്പം കുറച്ച് നമ്മള് കൊടുത്തതിൽ പൂവനും പെടി മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തത്. എന്നാലും പൂവൻ സംഭരണമാണ് കൂടുതൽ. അതൊക്കെ പൂവനാ. ഇവരെ തൊട്ട മുന്നിലുള്ള വലിയ ബാച്ചാണ് ഇപ്പൊ പൂവന്മാരെ നമ്മൾ മാറ്റിയത്. പൂവന്മാരൊക്കെ ആവശ്യമുണ്ട്. ഇഷ്ടം പോലെ ആളുകൾക്ക് പൂവൻ വേണം. ഇനി അങ്ങോട്ടേ ഉത്സവ സീസണാണ്. അപ്പം നമ്മളിപ്പോ ഉള്ള 10ഓളം പൂവനൊക്കെ പെട്ടെന്ന് വിറ്റുപോകും. അതുകൊണ്ട് നമ്മൾ നിർത്തിയതാണ്. അപ്പൊ അവരൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ അപ്പോഴത്തേക്കും കുറച്ചുകൂടി വലുപ്പമായി കഴിഞ്ഞാൽ ഇവർ നമുക്ക് വല്ല ഈ ഷെഡിലേക്ക് മാറ്റാം. അതാ ആ പുള്ളി ഉണ്ടല്ലോ ഇപ്പത്തെ ചെറുത്, അത് പെടെ. ആ വെള്ളപ്പുള്ളിയല്ല, കറുപ്പിൽ ചെറിയൊരു പുള്ളി വരുന്നില്ലേ. ഇതാ കരിങ്കോഴി. കരിങ്കോഴിയുടെ പെടകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അത് മുട്ട ഇടുമ്പോഴേ കറക്റ്റ് കരിങ്കോഴിയൊന്നും അറിയില്ല. അങ്ങനെ വെച്ചു കൊടുക്കും. അട വെക്കുമ്പോ ഇല്ല കറക്റ്റാ കരിങ്കോഴി ഒന്നുള്ളു. ഇടയ്ക്ക് ഇങ്ങനെ കരിങ്കോഴിന്റെ കുട്ടികളെ കിട്ടാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഒരു വിലക്ക് തന്നെ കൊടുക്കുന്നത്. കരിങ്കോഴിക്ക് വേറെ വില, മുട്ടയ്ക്ക് വേറെ വില ഒന്നുമില്ല. ഇനി മുട്ട നമുക്ക് കരിങ്കോഴി മാറ്റിയെടുക്കാനും കിട്ടൂല കേട്ടോ. ഒരുമിച്ച് മുട്ട ഇടുന്നതുകൊണ്ട് അറിയില്ല. ബിയമോൾക്ക് ഇഷ്ടപ്പെട്ടൊരു കോഴിയാട്ടത്. കഴുത്തിൽ തോലില്ലാത്തതാ. ഇങ്ങനത്തെ പെടക്കോഴികൾ ഉള്ളതുകൊണ്ടാണ് ഇതാ കണ്ടാ. ഇതിന് കഴുത്തിൽ തോലില്ല. ഇത് രണ്ടും പെട. ഇത് ഭയങ്കര പേടി. തന്നെ നമ്മള് ഷെഡിൽ ഇട്ടിട്ടൊന്ന് മാറ്റിയതുകൊണ്ട് എല്ലാരും കൂടെ അതിനൊന്ന് കൊത്തിയിട്ട് മുറിയാക്കിയിട്ട് ഒക്കെ സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാരും നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് തീറ്റ എടുത്തിട്ട് വരാം കേട്ടോ. തീറ്റ എടുത്ത് കൊടുത്തുക. ഇതിലിപ്പോ 6 എണ്ണറ്റ് നമ്മൾ കൊടുത്തു. 3 സെറ്റ് നമ്മൾ കൊടുത്തു കേട്ടോ. പൂവനും പെടയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അന്ന് ഇതിലും കുറച്ച് ചെറുതായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ നമ്മൾ ബാക്കിയുള്ളത് കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. ഇങ്ങനെ ചിക്കാനൊന്നും ഇവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നെറ്റിന്റെ കൂട്ടിലിട്ടുകൊണ്ട് ഇനി അങ്ങോട്ട് പെട്ടെന്ന് നല്ല സൈസ് ആയിക്കോളും. ഞാൻ തീറ്റ എടുത്തിട്ട് വരാം കേട്ടോ.
അവർക്ക് തീറ്റ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവരെന്നെ ഇടയ്ക്കൊന്ന് കൊത്തുവിടും. എന്താ വെച്ചാൽ 3 കള്ളിയിലായിട്ട് ഇട്ടതാ. ഇത് ഈ ഒന്ന് നമ്മൾ വേറെ ഇട്ട് മറ്റേത് ഇപ്പൊ മിക്സ് ആയി പോയി. ഇപ്പൊ നമുക്കതിനെ അറിയുന്നില്ല ഒരുമിച്ചിട്ടുണ്ട്, അതിനെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഒരുമിച്ച് ഒരു പുതിയൊരു ഷെഡിലേക്ക് മാറ്റിയോണ്ട് എനിക്ക് കുഴപ്പമുണ്ടാവില്ല. അല്ലാതെ എല്ലാത്തിനും പ്രശ്നമാണ്. ആടിലും കോഴിയിലൊക്കെ കൂട് മാറിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നം. ഇപ്പൊ നമ്മള് ഗോതമ്പും ഗ്രോവറും കൂടെ കൊടുക്കുന്നത് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മള് ഗ്രോവർ നിർത്തും. ഇത് ലാസ്റ്റ് ഗ്രോവറാ, അതിലുള്ള ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫുള്ളായിട്ട് നമ്മൾ ഗോതമ്പ് തന്നെ കൊടുക്കുള്ളൂ. ഈ ഒരു സമയം വരെ നമുക്ക് ഇവർക്ക് ഇത് കൊടുത്താൽ മതി. എല്ലാവരും വരുന്നുണ്ട്. പേടിച്ചിട്ട് ഇങ്ങനെ തിന്ന് ശീലമില്ലല്ലോ. ആ ചെറിയ കൂട്ടിൽ നിന്നിട്ട് മാറിക്കൊടുക്കാം. കഴിച്ചോളൂ. പോ. വെള്ളം കൂടെ കുറച്ച് വലിയൊരു ബേസിനിൽ വെള്ളം വെച്ച് കൊടുക്കണം. അറിയാനായിട്ട് അങ്ങോട്ട് വരിക. ഇത്ര നല്ല സൗകര്യം കിട്ടിയിട്ട് അവിടെ പോയി തീറ്റ ഒന്നുമല്ലല്ലോ. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പം ഇതുപോലുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നാൽ നമ്മൾ ഇങ്ങോട്ട് ഷെഡിലേക്ക് മാറ്റുന്നതിന് മുന്നേ വന്നാൽ നമ്മൾ കൊടുക്കും. ഇതിലേക്ക് മാറ്റി പിന്നെ കൊത്തിയൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കില്ല. അപ്പൊ കുറച്ച് ദിവസം കൂടെ നമ്മൾ ഇതിലുണ്ടാവും. നമ്മൾ പൂവന്മാരൊക്കെ കൊടുക്കുന്നവരെ ഇത് നാടൻ കോഴിമുട്ടിയും കൊടുക്കാനുണ്ട്. ഇവിടെ അടുത്തുള്ളവരൊക്കെ ആവശ്യമുള്ളവരൊക്കെ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാടൻ കോഴിമുട്ട നമ്മൾ 2 ദിവസത്തെ മുട്ട 3 ദിവസത്തെ ഉണ്ടാവും അല്ലേ. നാടൻ കോഴിമുട്ടയൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ സെറ്റാക്കി നേരെ കൂട്ടുന്ന വരിക എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. വീഡിയോ ഇവിടെ നിർത്താം.